അല്ല, ജനവിധിയെ സ്വയം അട്ടിമറിച്ച ചരിത്രമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. ഇപ്പോഴത്തെ കർണാടക സർക്കാരിന് മുമ്പ് കർണാടകത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തതാണ്. ആ സർക്കാർ അട്ടിമറിക്കപ്പെട്ടു കാലുമാറ്റത്തിലൂടെ. ഇതുപോലെ തന്നെ ഗോവയിൽ സംഭവിച്ചു, പുതുശ്ശേരിയിൽ സംഭവിച്ചു. ത്രിപുരയിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ MLA മാർ കൂട്ടത്തോടെ തൃണമൂൽ കോൺഗ്രസിലേക്കും അവിടുന്ന് BJP-യിലേക്കും പോയി. ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ ഈ കൂറുമാറ്റം ഉണ്ടായി. ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ടായത് എങ്ങനെയാണ്? സച്ചിൻ പൈലറ്റിൻ്റെ കളികൾ നമ്മൾ കേട്ടിട്ടില്ലേ? അമരീന്ദർ സിംഗിനെ നമുക്കറിയില്ലേ? മണിപ്പൂരിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ നമുക്കറിയില്ലേ? ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ നമുക്കറിയില്ലേ? ഏതാണ്ട് 100-200ഓളം ആളുകൾ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളാണ്. AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി കേരളത്തിലെ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ. മറ്റൊന്ന് കെ കരുണാകരന്റെ മകൾ ഏത് പാർട്ടിയിലാണ്? CPM-ന്റെ MLA അല്ലായിരുന്നോ? അതെ, അത് സെൽവരാജ് എവിടേക്കാ ഉണ്ട്? അതെ അതെ അത് ഇടതുപക്ഷ മുന്നണിയുടെ അതെ 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 ഞാൻ സമ്മതിച്ചു. നിങ്ങൾ അതുകൂടെ പറ. V. വിശ്വനാഥ മേനോൻ അതെ അതെ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പറ. സെൽവരാജിന്റെ കാര്യവും എസ് മനോജിന്റെ കാര്യവും V. വിശ്വനാഥ മേനോന്റെ കാര്യവും അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കാര്യവും ആദ്യത്തെ അവസരമാണ് പൂർത്തിയാക്കട്ടെ. ബാക്കി രണ്ടുപേരെ കൂടി എനിക്ക് ബാക്കി രണ്ടുപേരെ ടേക്ക് എടുക്കാനുള്ളൂ പ്ലീസ്. അപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മക്കൾ എന്തിന് BJP? അദ്ദേഹം പറഞ്ഞോട്ടെ. ഒരു കാര്യം ചെയ്യാം, കേരളത്തിലെ തന്നെ എടുക്കാം. കേരളത്തിലെ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ. ബഹുമാനപ്പെട്ട ആന്റണിയുടെ ജന്മദിനമാണെന്ന്. അപ്പം അതുകൊണ്ട് ആന്റണിയെ തന്നെ ആദരവോടെ അനുസ്മരിക്കുന്നു. നമ്മളൊരു ചർച്ചയാണ്, എൻ്റെ അവസരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിൻ്റെ ശീലമാണ്. അടിമുടി RSSനെ താരാട്ട് പാടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം ദിഗ്വിജയ് സിംഗ്. എന്ന് നമുക്ക് എങ്ങനെയാ ശടിക്കാൻ പറ്റുന്നത്? അച്ഛൻ നിൽക്കുന്ന പാർട്ടിയിൽ മക്കൾ നിൽക്കണം, മക്കൾ നിൽക്കുന്ന പാർട്ടിയിൽ മരുമക്കൾ നിൽക്കണമെന്ന് എങ്ങനെയാണ് നമുക്ക് ശടിക്കാൻ പറ്റുന്നത്? ഞാൻ ചുറ്റിക്കാരുമായിട്ടുള്ള നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച MLA ആയ എന്റെ അവസരമല്ല ഞാൻ പറഞ്ഞോട്ടെ. താങ്കളോട് ചോദിച്ചത് എന്റെ അവസരമല്ല ഞാൻ പറഞ്ഞോട്ടെ. കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അനിൽ ബോസ് അദ്ദേഹത്തിന്റെ പോയിന്റ് പൂർത്തിയാക്കട്ടെ. വിശ്വനാഥ മേനോൻ പാർട്ടി മാറിയതിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അനിൽ ബോസ് അദ്ദേഹത്തിന്റെ പോയിന്റ് ആദ്യ ഭാഗം വല്ലാതെ വൈകിപ്പോവാണ്. പ്ലീസ് ശനിൽകുമാർ. അപ്പോ ഞാൻ പറയുന്നൊരു കാര്യം, ഇത് കോൺഗ്രസിൻ്റെ ശീലമാണെന്ന് മാത്രമല്ല, RSSനെ കണ്ടുപിടിക്കണമെന്ന് ദിഗ്വിജയ് സിംഗ് പറയുകയാണ്. ശശി തരൂര് ഇത്തരം ആളുകളൊക്കെ എടുക്കുന്ന നിലപാട് നോക്കൂ. കോൺഗ്രസും BJP-യും തമ്മിലുള്ള അതിർവരമ്പില്ലാതെയായി. അതിപ്പോൾ നമ്മൾ യഹലങ്കയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആദിത്യനാഥിൻ്റെ ബുൾഡോസർ വന്ന് DK ശിവകുമാർ വഴി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പിണറായി സർക്കാരിനെ ഇല്ലാതെയാക്കിയാൽ ആ ബുൾഡോസർ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റത്തൂരിൽ ഇപ്പോൾ ഉണ്ടായ കാര്യം എന്താണ്? 24 വാർഡ് അവിടെയുണ്ട്. 24 വാർഡിൽ 14 വാർഡിൽ UDF 3-ാം സ്ഥാനത്താണ്. ആലോചിച്ച് നോക്കിയേ. ഒരു വാർഡ്, നൂലവല്ലി വാർഡ്, കോൺഗ്രസിന് കിട്ടിയ 44 വോട്ട്. ഇങ്ങനെ പറയാം, നടിപ്പാറ വാർഡ് കോൺഗ്രസിന് കിട്ടിയ 64 വോട്ട്. ഈ കോൺഗ്രസ്സിന് ആ പഞ്ചായത്ത് ഭരിക്കാൻ അർഹതയുണ്ടോ? 14 വാർഡുകളിൽ 3-ാം സ്ഥാനത്ത് പോയ ഒരു പാർട്ടി പറയുകയാണ് ഞങ്ങൾക്ക് ആ പഞ്ചായത്ത് ഭരിക്കണം. യഥാർത്ഥത്തിൽ ഈ 14 വാർഡിൽ 3-ാം സ്ഥാനത്ത് പോയത് എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP-യുമായി ധാരണയുണ്ട്. ഒരു വാർഡിലെ കണക്ക് ഞാൻ പറയാം. നൂലവല്ലി വാർഡ് BJP 768, CPIM 629, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 44. നോക്കിയേ എങ്ങനെയാണ് BJP ജയിപ്പിക്കുന്നത് കോൺഗ്രസ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഇനി വേണേൽ നടിപ്പാറ വാർഡ് എടുക്കാം, 64 വോട്ട് കിട്ടിയിടത്ത് CPM 784, BJP 594. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് BJP-യെ വളർത്തിയ സ്ഥലമാണത്. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിച്ച് DCC തീരുമാനമുണ്ടോ? ഉണ്ടെങ്കിൽ വിപ്പ് കൊടുക്കണ്ടേ? ഈ 8 നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ മെമ്പർമാർക്ക് DCC വിപ്പ് കൊടുത്ത് പരസ്യപ്പെടുത്താമോ? ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിക്കുക. നിങ്ങൾ വിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇവരെ അയോഗ്യരാക്കാനാവും.
ഇവരുടെ പിന്നാലെ നടക്കണ്ട. ബി ജെ പിയുടെ കൂട്ടുകൂടി ഈ പരിപാടി ചെയ്തതിന് കോൺഗ്രസ്സുകാർ 8 പേരെ അയോഗ്യരാക്കണം. അതെന്താ സാധിക്കാത്തത്? DCC അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. DC പ്രസിഡന്റ് വിപ്പ് കൊടുത്തിട്ടില്ല. DCC ജനറൽ സെക്രട്ടറി പറഞ്ഞു BJPക്ക് തൂക്കി വിറ്റു.